ഭഗവാൻ അവരോട് പറഞ്ഞു, വേഗമോടതഗമിച്ചു കൊള്ളുക, വടിവാർന്നിടും രമണകത്തിലായി ഭീതി വേണ്ട ഇനി നിങ്ങളിൽ, പറ പുലർത്തുകില്ല ഗരുഡൻ സഖേ. എന്റെ പാദമതും ശിരസിലൊരു മുദ്രയായി നിലനിൽക്കവേ എന്നിലേതുമൊരു വൈരമില്ല, ഗരുഡൻ അതോർക്കുക ഗമിക്കുക. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭഗവാൻ അവന്റെ ശിരസ്സൊന്ന് താഴെ ഇറങ്ങിയിട്ടാകുമ്പോ പറഞ്ഞു, അടേണ്ട അപരാധം പുറത്ത് രക്ഷിക്കണേ. പിന്നെ കരഞ്ഞ് 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 ഭക്തിമാര് കരഞ്ഞ കേട്ടിട്ടാണ് വേഗം സന്തോഷമായത്. അതങ്ങനെയാണല്ലോ, സ്ത്രീകളുടെ സങ്കടം ഒട്ടും കാണാൻ കഴിയില്ല ഭഗവാന്. അത്ര ഒരു നിർമ്മല മനസ്സല്ലേ അപ്പൊ എന്റെ പൊന്നു തമ്പുരാനി. പറഞ്ഞു, വേഗം പോയിക്കോ, ഇനി നിന്നെ ഗരുഡൻ ഒന്നും ചെയ്യൂല. അവനെ ഗരുഡനെ കാണുമ്പോ ഒന്ന് ശിരസ് താഴ്ത്തി കൊടുത്താൽ മതി, അപ്പൊ എന്റെ പാദത്തിന്റെ ചിഹ്നം നിന്റെ ശിരസിൽ അവൻ കാണാം. അപ്പൊ നിന്നെ ബഹുമാനിച്ച് വന്നിച്ചിട്ട് ഗരുഡൻ പോയിക്കോളും, പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞേച്ചു. അങ്ങനെ രമണക ദ്വീപിലേക്ക്, അതാണ് അവരെ സ്ഥലം ശരിക്കും. പേടിച്ചിട്ട് ഇവനോട് വന്നു കൊടുന്നു. അപ്പോഴേക്കും കൃഷ്ണന് കാളിയൻ എന്ന ഉഗ്രവിഷമുള്ള സർപ്പം പിടിച്ചതായി കേട്ട് പരിഭ്രമിച്ച ഗോപന്മാരും ഗോപിമാരും എല്ലാരും ഒന്നരപ്പാടെന്ന് പറയാ ഓടി ഓടി ഓടി. യശോദ കുറെ വീഴെല്ലാം ചെയ്തു. ഉത്തര പാവം തടിച്ചു ചൊല വെളുത്ത് തടിച്ച് ഒരു അങ്ങനെയല്ലേ ഒരമ്മ. ഓടാനൊന്നും കഴിയുന്നില്ല. വീണുകൊണ്ടും എഴുന്നേറ്റുകൊണ്ടും കരഞ്ഞുകൊണ്ടും അങ്ങനെ ആ തന്നെ സങ്കടം. അമ്മയുടെ ഒരു സങ്കടം, പത്തമ്മ ചവഞ്ഞാലും പെറ്റമ്മ ആവൂല എന്നൊരു പഴഞ്ചൊല്ലുള്ളത് വെറുതെ അല്ലല്ലോ. അങ്ങനെ എല്ലാരും ഓടി കരഞ്ഞുകൊണ്ട് എന്നും വരുത്തലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പോ ഇവരെയൊക്കെ കാണുമ്പോൾ ഉണ്ണി വേഗം വെള്ളത്തിന്ന് അവൻ പണത്തോടുകൂടി ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു വാഹനത്തിൽ എന്നത് വണ്ണം കൊണ്ടുവന്ന് കരക്ക് ഇറക്കിയിട്ടാണ് പോയത്. അപ്പൊ കേടൊന്നും കൂടാതെ കയറി വന്ന് മകനെ കണ്ടിട്ട് രാജനും തീർച്ചു മാറോടണച്ചു പിടിച്ചങ്ങ് ആലിംഗനം ചെയ്തു. യശോദ അങ്ങനെ തൊണ്ട ഇടറിക്കൊണ്ട് ഒന്നും പറയാൻ കഴിയുന്നില്ല. ആ മൂർധാവിലിങ്ങനെ മുകർന്നു. അവിടെ വെച്ച് തന്നെ ദോഷശാന്തിക്ക് അനേകം ദാനങ്ങളും ചെയ്തു. എന്താത് പരിപാടി, ഉണ്ണിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്താല്, ഉണ്ണി വലിയൊരു മഹത്കാര്യം ചെയ്താൽ ഇവരെ വിചാരം ഉണ്ണിക്കെന്തോ സംഭവിച്ചു. അപ്പൊ ഒരു എന്താണ് രോഗശാന്തി ദോഷശാന്തിക്ക് പലതും ചെയ്യും. നേരം വളരെ വൈകിയിരുന്നാൽ ക്ഷീണിതരായ ഗോപഗോപീജനങ്ങൾ എന്ത് ചെയ്തു അന്ന് കൂടെ തന്നെ അവർ പിന്നെ കാടുകന്നോ വീടുകന്നോ അങ്ങനെ ഒന്നുമില്ല. അവിടെ കിടന്നാൽ അവർ ഉറങ്ങുകയും ചെയ്യും, അവർക്കൊരാപത്തോടൊന്നും വരികയും ചെയ്യില്ല. അങ്ങനെ ആ കാളിന്തി തീരെ തന്നെ കിടന്നുറങ്ങി. ഒരു പെണ്ണ് ഉറങ്ങുന്നുണ്ടെങ്കിൽ എഴുത്താൻ എഴുന്നേറ്റ് പോയിട്ട് ഉള്ളത് ഒഴിക്കാനൊന്നും പോകില്ല. എല്ലാരും അത് വസുധൈവ കുടുംബം ആയിട്ടാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. ഏകദേശം അർദ്ധരാത്രി സമയമായ സമയത്ത് ഭയാനകമായി കാട്ടുതീ ആ പ്രദേശത്ത് കടന്നു പിടിച്ചു. മുളകൾ തമ്മിൽ ഉണ്ടാവുന്ന ആ ഒച്ചപ്പാടും ബഹളവും അതിങ്ങനെ വന്ന് 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 നടത്തേക്കെത്തി. അന്നേരം എല്ലാവരും പേടിച്ചു വരച്ചു. ബലരാമനെയും ഉണ്ണീനെയും ഉറക്കെ വിളിച്ചിട്ട് നിലവിളിച്ചു അവര്. കൃഷ്ണായി കാട്ടുതീയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കൂന്ന് പറഞ്ഞിട്ട് സമാധാനം. നമ്മളൊക്കെ ഒന്നും പേടിക്കണ്ട കേട്ടോ. ഗോവിന്ദ കനിവാർന്നു നോക്കുവിടം വേകുന്നു തീജ്വാലയാൽ, വേഗം നീ കനിവോടിതിന്നു പരിഹാരം കാണണേ മാധവ. ഏവം നൊന്തു വിളിച്ചിടുന്നൊരിടയപ്പിള്ളേർക്ക് രക്ഷയ്ക്ക് തീ തൂവെണ്ണക്ക് സമം വിഴുങ്ങിയവനേ മായാമയാ എന്ന് ഇവര് പറയുമ്പോ പറഞ്ഞു, പേടിക്കണ്ട കേട്ടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തൂവെണ്ണക്ക് സമയം രണ്ട് കൈയും ഇങ്ങനെ പിടിച്ച് കയ്യിലേക്ക് ആ തീനെ ആവാഹിച്ചെടുത്തിട്ട് അത് വിഴുങ്ങി നന്നായി. ഒരുപാട് വെണ്ണയുണ്ടല്ലോ ദഹിക്കാണ്ട് കിടക്കുന്ന വയറ്റിൽ, അതൊക്കെ തൽക്കാലം ദഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ പറഞ്ഞ് പ്രഭാതത്തിൽ എത്ര രാത്രി തീ പിടിച്ചു. അതുകൊണ്ട് ഇപ്പൊ വേഗം വീട്ടിലേക്ക് പോകാനൊന്നുമില്ല. വീണ്ടും അവിടെ തന്നെ കിടന്നുറങ്ങി. രാവിലെ പ്രജവാസികളെയും കൂട്ടിയിട്ട് ഗോകുലത്തേക്ക് പോവുകയും ചെയ്തു. പിന്നെന്താ പറയാനുള്ളത് വെച്ചാല്, യാതൊരു ഭഗവാന്റെ പാദരേണുക്കൾ ശിരസിലണിയാൻ യോഗികൾക്ക് കൂടി സാധിക്കുന്നില്ലല്ലോ. യോഗികൾക്ക് കൂടി ആ ഭഗവാന്റെ പാദസ്പർശം
കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആ പാദങ്ങൾ തന്നെ ശിരസിലാണ് ഞാൻ ഭാഗ്യം കിട്ടിയില്ലേ ആർക്ക്? ഈ കാളിയനെ മുമ്പ് ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആർക്ക്? മഹാബലിക്ക്. അപ്പം ആ കഥ ഒന്ന് കേൾക്കണമായിരുന്നു. ഇതെന്ത് ഇങ്ങനെ കിട്ടിപ്പോയത് ഭാഗ്യം എന്ന് ചോദിച്ചു ബഹുളാശ. അപ്പൊ പറഞ്ഞു, നാരദ മഹർഷി പറഞ്ഞു, സ്വയംഭൂമന്വന്തരത്തിലാണ് കഥ. വേദശിരസ് എന്ന മഹർഷി വിന്ധ്യാചലത്തിൽ തപസ് ചെയ്തിരുന്നു. വേദശിരസ് എന്ന അദ്ദേഹത്തിന്റെ പേര്. അതേ ആശ്രമത്തിൽ അശ്വശിരസ് എന്ന വേറൊരു മഹർഷിയും വന്നു. തന്നെ ശല്യം ചെയ്യാൻ അവിടെ വന്നുകൂടി അശ്വശിരസിനെ കണ്ട ദേവശിരസിന് കോപം വന്നു. ഇതന്നെ ആ മഹർഷിമാരാണ് കേട്ടോ, ഒന്നിനും ദ്രോഹം. ഇതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ. രണ്ടുപേരും കൂടി ഒരേ ആശ്രമത്തിൽ പാർത്ത് തപസ് ചെയ്യുന്നത് സുഖപ്രദമാവില്ലെന്നുള്ളതിനാൽ ആ സ്ഥലം വിട്ട് നീ എവിടെയെങ്കിലും പോക്കോന്ന് പറഞ്ഞു. ആര്? അശ്വശിരസിനോട് വേദശിരസ് ഒന്ന് എവിടെയെങ്കിലും പോക്കോ, ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അന്നേരം ദേഷ്യം വന്ന അശ്വശിരസ് പറഞ്ഞു, വിന്ധ്യാചലം നിന്റെ തറവാട്ടോയൊന്നുമല്ല. എനിക്കിഷ്ടമുള്ളിടത്ത് ഞാനും തപസ് ചെയ്യും. അങ്ങേക്ക് വേണമെങ്കിൽ സ്ഥലം വിട്ടു പോയിക്കൊള്ളുക എന്ന് ഈ ഇന്നലെ വന്ന അശ്വശിരസ്. മറ്റേ ആടെ ആയിരുന്നു ആശ്രമം, അവിടെയാണ് ഇയാൾ വന്നിരുന്നത്. അല്ലേ ഇന്നും അങ്ങനെയല്ലേ? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. അങ്ങനെ പറഞ്ഞു. ധാർഷ്ട്യം തുള്ളുമ്പുന്ന അശ്വശിരസിന്റെ പ്രലപനം കേട്ട ദേവശിരസ് മുൻപിലും പിമ്പിലും നോക്കിയില്ല. അദ്ദേഹത്തെ ശപിക്കുന്നെ ചെയ്തു. ഈ ഒരുപാട് തപസ് ചെയ്ത അവര് പറഞ്ഞാലാണ്. അതുപോലെ ഇപ്പോഴും നാമം ജപിച്ച് ഇത് ഉള്ളവർക്ക് പറഞ്ഞാല് ചില സമയത്തൊക്കെ ഫലിക്കുന്നു പറയുന്നേക്കാം. അന്നേരം ശപിച്ചു, ഒരു പാമ്പിനെ പോലെ നീ ചീറ്റിക്കൊണ്ടല്ലേ ഇപ്പൊ എന്നോട് വർത്താനം പറഞ്ഞത്, അതുകൊണ്ട് നീ ഒരു പാമ്പിനെ പോലെ തന്നെ ആയിക്കോട്ടെ, ഊതിക്കൊണ്ടല്ലേ വർത്താനം പറയുന്നത് നീ എന്ന് ശപിച്ചു. അന്നേരം അശ്വശിരസ് അതേപോലെ ശാപമോക്ഷമൊന്നല്ല ആവശ്യപ്പെട്ടത്, അതേ ഉക്കോട് തന്നെ പ്രതിഫലിച്ചു. ഇത്രയും ചെറിയ കാര്യത്തിന് എന്നെ ശപിച്ചുകൊണ്ട് കാക്കയെ പോലെ കലശൽ കൂട്ടുന്ന നീ ഒരു കാക്കയായി ഭവിക്കട്ടെ പോരെ. ശാപവും പ്രതിശാപവും കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഖേദം തോന്നി. അപ്പം ഭഗവാനെ സ്മരിച്ചു. ഇതുവരെ അവർക്ക് ഭഗവാനെ സ്മരിക്കാൻ തോന്നിയിട്ടില്ല. മഹാവിഷ്ണുവിടെ പ്രത്യക്ഷീഭവിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എന്റെ ഭക്തന്മാരാണല്ലോ, നിങ്ങൾക്ക് ഇത്രയും കോപം വരാൻ പാടില്ലാത്തതായിരുന്നു. സാധാരണ സാത്വിക ഗുണം ഉള്ളവർക്ക് ഇങ്ങനെ ദേഷ്യം വരാൻ പാടില്ല. താമസം രാജസം മുതലായ ആ ഭാവമുള്ളവർക്കാണ് തൊട്ടതിനടുത്തതിനും ദേഷ്യം വരും. നിങ്ങൾക്ക് ഇനി ദേഷ്യം വരാൻ പാടില്ലായിരുന്നു. എന്റെ ഭക്തന്മാരുടെ വാക്ക് വൃഥാവിലാകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഈ ശാപങ്ങളുടെ ഭവിഷ്യത്തിനെ നിഷ്ഫലമാക്കാൻ എനിക്ക് കഴിയും. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അസത്യവാദം എന്ന ദോഷം സംഭവിക്കില്ലേ? അശ്വശിരസെ, അങ്ങയുടെ മൂർധാവിൽ എന്റെ പാദങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കാം. അങ്ങക്ക് ഗരുഡ ഭയം ഉണ്ടാവുന്നതല്ല. ഭഗവാൻ പിന്നീട് വേദശിരസിനോട് പറഞ്ഞു, കാക്കയായി ഭവിച്ചാൽ അങ്ങക്ക് ത്രികാലജ്ഞാനം ഉണ്ടാവും, രോഗസിദ്ധികളും ഉണ്ടാവും. അങ്ങനെ വേദശിരസ് ഭൂഷുണ്ടൻ എന്ന കാകനായി തീർന്ന് അനിലപർവ്വതത്തിൽ വാസം തുടങ്ങി. രാമഭക്തനായ ആ കാകൻ സർവശാസ്ത്ര വിശാരദനായി തീർന്നു. ഗരുഡന് പോലും രാമായണം ഉപദേശിക്കേണ്ട കഴിവുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഗരുഡന് രാമായണം ഉപദേശിച്ചതെന്ന് പറയണം. ചാക്ഷുഷം എന്നന്തരത്തില് പ്രജേതസനായ ദക്ഷൻ തന്റെ 11 കന്യകമാരെ കശ്യപന് ദാനം ചെയ്തു. അതിൽ മൂത്തവളാണ് കദ്രു. ആ കദ്രുവാണ് ഇപ്പോൾ വസുദേവ പത്നിയെ രോഹിണിയായി ജനിച്ച് ബലരാമനെ പ്രസവിച്ചത്. കദ്രുവിലല്ലേ നാഗങ്ങളൊക്കെ ഉണ്ടായത്. ആ കദ്രു തന്നെ ഇവിടെ ബലഭദ്രസ്വാമിക്ക് അമ്മയായി ഭവിച്ചു എന്ന് പറയണം. കദ്രു നിരവധി മഹാസർപ്പങ്ങളെ പ്രസവിച്ചല്ലോ. അനേകം ഫണങ്ങളുള്ളവ, മൂർധാരുമണിയുള്ളവ, തീഷ്ണവിഷമുള്ളവ, ഇവയെല്ലാം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. കദ്രുവിന്റെ മൂത്ത പുത്രനായിരുന്നു അനന്തൻ. ആ അനന്തൻ, അതായത് ശേഷനാണ് രോഹിണിയിൽ ജനിച്ചിരിക്കുന്ന ബലഭദ്രസ്വാമി. ഒരു നാൾ ഭഗവാൻ പ്രസന്നനായി അനന്തനോട് പറഞ്ഞു, ഈ ഭൂമിയെ വഹിച്ചു നിൽക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിവില്ല. അതുകൊണ്ട് ജനക്ഷേമത്തിനു വേണ്ടി ആ കൃത്യം നീ തന്നെ നിർവഹിക്കേണ്ടതാണ്. ഇത് കേട്ട അനന്തൻ ശ്രീഹരിയുടെ ആജ്ഞ ശിരസാ വഹിച്ചു. എങ്കിലും ഒരവധി, എനക്കിടക്കൊരവധി തരണം. അതിപ്പം എല്ലാവർക്കും ഒരു അവധിയില്ലേ, ഒരു ഉദ്യോഗസ്ഥന്മാരായാലും ഒരു മറ്റ് നാടൻ പണി എന്ന് പറയും, നാടൻ പണി എടുക്കുന്നവർക്കും ഞായറാഴ്ച അവധി അങ്ങനെ ഇല്ലേ, അതുപോലെ എനിക്കും ഒരു അവധി തരണം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് പറഞ്ഞു ഭഗവാൻ? കേമനല്ലേ ആള്.
അങ്ങനെ വിട്ടുകൊടുക്കൂലല്ല. അപ്പൊ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ മഹാവിഷ്ണു എന്ത് പറഞ്ഞു അറിയാം? ആയിക്കോട്ടെ സർപ്പേന്ദ്ര, നിന്റെ 1000 നാവുകൾ കൊണ്ട് എൻ്റെ ഗുണങ്ങൾ കീർത്തിക്കുക. അതെന്നോ അവസാനിക്കുന്ന നിമിഷം ഭൂമിയെ നിനക്ക് ശിരസിൽ നിന്ന് ഇറക്കി വെക്കാം. കേട്ടോ സൂത്രം? അത് അവസാനിക്കൂലല്ലോ, അനന്തമല്ലേ ഭഗവാന്റെ കഥ, അത് തീരൂല. അപ്പൊ ഈ പാവത്തിന് ഇറക്കി വെക്കാനും പറ്റൂല. ഒരു കടുകുമണി പോലെ അത്രയും ചെറുതായിട്ടാണ് ഭൂമി അദ്ദേഹത്തിന്റെ ശിരസിൽ നിൽക്കുന്നതെന്ന് പറയും. അനന്തൻ തനിക്ക് നിൽക്കാൻ ഒരു ആധാരം ഭഗവാനോട് ആവശ്യപ്പെട്ടു. എനിക്ക് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കാൻ കഴിയുമോ? എനിക്ക് നിൽക്കാൻ ഒരു ആധാരം വേണ്ടേ, ഒരു സ്ഥലം വേണ്ടേ ഭഗവാനെ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിനക്ക് ഒരു കൂർമ്മത്തിന്റെ രൂപത്തിൽ ഞാൻ ആധാരമായി നിൽക്കാം. എത്ര തന്നെ ഭാരം താങ്ങേണ്ടി വന്നാലും നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഇത് കേട്ട അനന്തൻ 1,00,000 യോജന കീഴോട്ട് പോയി കൂർമ്മ പൃഷ്ഠത്തിൽ നിന്നുകൊണ്ട് തന്റെ സഹസ്രപണങ്ങളിൽ അനന്തൻ ആരുടെ പുറത്താണ്? കൂർമാവതാരം എടുത്ത ഈ ഭഗവാന്റെ പുറത്താണ് അനന്ത നിൽക്കുന്നത്. അതിന്റെ മേലെയാണ് ഈ ഭൂമി. ഇതൊക്കെ ആര് മൊത്തത്തിൽ താങ്ങുന്നത്? ഭഗവാൻ തന്നെ. തന്റെ സഹസ്രപണങ്ങളിൽ ഭൂമിയെയും വഹിച്ചു നിന്നു. ശേഷൻ അങ്ങനെ പാതാളത്തിലേക്ക് പോയ സമയത്ത് മറ്റു സർപ്പങ്ങളും ബ്രഹ്മാജ്ഞാൻ പാതാളത്തിലേക്ക് തന്നെ പോയി. ചിലർ അതലത്തിലും മറ്റു ചിലർ സുതലത്തിലും വിതലത്തിലും തലാതലത്തിലുമായി വാസമാക്കി. ശേഷന്റെ സഹോദരനായ കാളിയൻ പോയത് രമണകം എന്ന ദ്വീപിലേക്കാണ്. രമണകത്തിലെ മറ്റു സർപ്പങ്ങൾക്കില്ലാതിരുന്ന ഗരുഡഭയം കാളിയനെ മാത്രം ബാധിച്ചതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ചോദിക്കാതെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നാഗാന്തകനായ സുപർണൻ ദിവസേന വന്ന്, സുപർണൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗരുഡന്റെ ഒരു പേരാണ് സുപർണൻ. ദിവസേന വന്ന് നാഗങ്ങളെ യഥേഷ്ടം പിടിച്ചു തിന്നുന്നത് പതിവാക്കി. അപ്പൊ എല്ലാവർക്കും പേടി കൂടി. അപ്പം ഭയാകുലരായ നാഗങ്ങള് ഒന്നു ചേർന്ന് ഗരുഡനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങ് സർപ്പങ്ങളെ ഇങ്ങനെ കൊന്നു തിന്നാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ കൊന്നു തിന്നാൽ ഞങ്ങൾക്ക് വംശനാശം തന്നെ സംഭവിക്കുമല്ലോ. അതിനാൽ ദിവസം തോറും അങ്ങേക്ക് ഓരോരുത്തരെ ബലിയായി തരുന്നതാണ്. മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും ധാരാളം തന്നുകൊള്ളാം. ശരി, അങ്ങനെ ആവട്ടെ എന്ന് ഗരുഡൻ സമ്മതിച്ചു. ആ സമയത്ത് അങ്ങനെ സമ്മതിച്ചല്ലോ. ഓരോ ഗൃഹത്തിൽ നിന്നും ഒരു സർപ്പത്തെ വീതം അന്ന് മുതൽ ഗരുഡന് ബലിയായി നൽകി വന്നു. ഒരു നാൾ കാളിയന്റെ ഗൃഹത്തിൽ ഊഴം വന്നു. അഹങ്കാരിയാണ് കാളിയൻ. അഹങ്കാരിയെ കാളിയൻ ബലിക്ക് വേണ്ടി സർപ്പത്തെ അയച്ചില്ലെന്ന് മാത്രമല്ല, ഗരുഡന് വേണ്ടി ഒരിക്കൽ ബലിക്കുള്ള വസ്തുക്കളെല്ലാം തിന്നു തീർക്കും ചെയ്തു. ഓരോ പൂരമ്പന ദേഷ്യം വരുന്നതിന് പറയാനുണ്ടോ? കുപിതനായ ഗരുഡൻ ചെയ്തു, കാളിയന്റെ മേൽ ചാടി വീണു. അവർ തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു. കാളിയൻ ഗരുഡനെ കൊത്തിക്കീറി. ഗരുഡന്റെ തൂവലുകൾ കൊഴിഞ്ഞു വീണു. ഇടത്തെ ചിറകിന്റെ തൂവലുകളിൽ നിന്നും പെൺമയിലുകളും വലത്തേതിൽ നിന്നും ആൺമയിലുകളും ഉണ്ടായി. അങ്ങനെയാണ് മയിലുകൾ ഉണ്ടായതെന്ന് പറയണു. ആ മയിലുകളാണ് ഇന്ന് ദ്രോഹം എല്ലാവർക്കൂടെ ഭൂമിയിൽ എല്ലാവർക്കും ദ്രോഹം ചെയ്യുന്നത്. അത് മാത്രമല്ല, ഭഗവാന് വേണ്ടിയിട്ട് മയിൽപ്പിരി ഇട്ടുകൊടുക്കുന്നുണ്ട്. മഴ വരുമ്പോൾ നൃത്തം വെക്കുന്നുണ്ട്. അവരെ കൊണ്ട് ഗുണമുണ്ട്. ഇപ്പോഴാണ് ഈ നാട്ടിലേക്ക് ഇറങ്ങി വന്നിട്ട് ജനങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ തിന്നിട്ട് പോകുന്നത്. ഹേ രാജൻ, അപ്പൊ നമുക്ക് മനസ്സിലായില്ലേ ഇപ്പം, ഗരുഡന്റെ തൂവലിൽ നിന്നുണ്ടായവരാണ് ആൺമയിലുകളും പെൺമയിലുകളും. ഹേ രാജൻ, അശ്വിന മാസത്തിലെ ശുക്ലപക്ഷ ദശമി ദിനത്തില് ഇവയെ കാണുന്നത് സർവകാമ ഫലപ്രദമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ മയിലിനെ അശ്വിന മാസത്തിലെ ശുക്ലപക്ഷ ദശമി ദിനത്തിൽ അന്ന് തന്നെ ഇവിടെ ഈ മയിലിനെ കാണാൻ പോണ്ടത്. കോപം മൂർച്ഛിച്ച ഗരുഡൻ എന്ത് ചെയ്തു? കൊക്കില് പൊത്തിയെടുത്ത് കാളിയെ വലിച്ചിഴക്കാൻ തുടങ്ങി. ദേഷ്യം സഹിക്കുന്നില്ല ഇങ്ങേർക്ക്. ഒരുവിധം രക്ഷപ്പെട്ട് കാളിയൻ ഓടാൻ തുടങ്ങി. ഗരുഡൻ പിന്നാലെയും ഓടി. സപ്തദ്വീപുകൾ, സപ്തസമുദ്രങ്ങൾ എന്ന് വേണ്ട സ്വർഗ മഹർലോകങ്ങളിലും കാളിയൻ ചെന്നു. ഒരിടത്തും ഗരുഡനിൽ നിന്ന് രക്ഷ കിട്ടില്ല. ഒടുവിൽ ജ്യേഷ്ഠനായ അനന്തന്റെ സവിധത്തിലെത്തി ദീനനായി തൊഴുതുകൊണ്ട് അഹങ്കാരം കളിച്ച ഇല്ല ഫല തന്നെ. ആർക്കാലും നമുക്കായാലും. വിറച്ചു നിൽക്കുന്ന സഹോദരന്റെ ശേഷം പറഞ്ഞു, ഗരുഡനിൽ നിന്നും നിനക്ക് രക്ഷ കിട്ടാൻ പോകുന്നില്ല കാളിയ. നല്ല കാര്യമായി. നീ എന്തിനാ അങ്ങനത്തെ പണിക്ക് പോയിനി? അതുകൊണ്ടല്ല, നിനക്ക് രക്ഷ കിട്ടൂല അദ്ദേഹത്തിൽ നിന്ന്. നിന്റെ അമിതമായ അഹങ്കാരം മൂലമാണ് നീ ഗരുഡനെ പ്രകോപിപ്പിച്ചത്.
അത് ഭംഗിയായില്ല കേട്ടോ. നീ ഏതായാലും നീ ചെയ്തത് നന്നായില്ല. ഒരു ഉപായം ഞാൻ എന്നാൽ പറഞ്ഞു തരാം. വൃന്ദാവന പ്രാന്തത്തിലൂടെ ഒഴുകുന്ന യമുനാ നദിയുടെ ഹൃദയത്തിൽ പോയി വസിക്കുക. ഗരുഡൻ അവിടെ വരാൻ കഴിയുന്നതല്ല. കാളിയന്റെ ഗരുഡഭയം നീങ്ങുന്നില്ലെന്ന് കണ്ട ശേഷം തുടർന്നു. പെട്ടെന്ന് അന്യന് കഥ പറഞ്ഞു കൊടുക്കലായി. പണ്ട് 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 സൗഭരി എന്നൊരു മഹർഷി യമുനാ തീരത്ത് തപസ് ചെയ്തിരുന്നു. നദിയിൽ കളിച്ചിരുന്ന മത്സ്യ ദമ്പതികളെ കണ്ടപ്പോൾ മഹർഷിക്ക് ഗൃഹസ്ഥാശ്രമത്തിൽ താല്പര്യം ജനിച്ചു. ഉണ്ടോ സൗഭരി? അങ്ങനെയാണ് രാജാവിൻ്റെ അടുത്ത് ഈ അഴുക്കും ഈ പൂപ്പലോട് കൂടി പോയിട്ട് പിന്നെ കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അങ്ങനൊരു മാതാവിൻ്റെ അങ്ങനൊരു കഥയുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പൊ ഞാൻ പറയാം. പണ്ട് സൗഭരി എന്നൊരു മഹർഷി യമുനാ തീരത്ത് തപസ് ചെയ്തിരുന്നു. നദിയിൽ കളിച്ചിരുന്ന മത്സ്യ ദമ്പതികളെ കണ്ട സമയത്ത് അദ്ദേഹത്തിനും ഗൃഹസ്ഥാശ്രമത്തിൽ താല്പര്യം ജനിച്ചു. മാന്ധാതാവിന്റെ 100 പുത്രിമാരെ അദ്ദേഹം വിവാഹം കഴിച്ചു. കാളിന്റെ അപ്പം പോയിട്ട് ചോദിക്കുമ്പോ രാജാവിന് തരൂല എന്ന് പറയാൻ കഴിയില്ല. തരൂല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ശപിച്ച് വംശനാശല്ലേ വരുത്തുക. അപ്പൊ എന്താ പറഞ്ഞ അന്തപുരത്തിലുണ്ട് മഹർഷിന്റെ കുട്ടികള്. അവരിൽ ആരാണ് അങ്ങയുടെ കൂടെ വരാൻ താല്പര്യപ്പെടുന്ന വെച്ചാൽ അങ്ങ് അവളെ വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ മഹർഷിയിലെ തപസ്സിന്റെ ഫലം നല്ലോണുണ്ടല്ലോ. അദ്ദേഹം ഒരു കാര്യം ചെയ്തു. അന്തപുരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അതികോമളനായ ഒരു യുവാവായി തീർന്നു. അന്തപുരത്തിലേക്ക് അങ്ങ് കയറിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ വിവാഹം കഴിക്കാനാണ് വന്നിരിക്കുന്നത്. എന്നെ താല്പര്യമുള്ളവർ എൻ്റെ കൂടെ വരാറുണ്ട്. എല്ലാവരും ഞാൻ അഹമഹമികയ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും ഞാൻ എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേക്കുള്ള രാജാവ് പറഞ്ഞ അതിസുന്ദരനായ ഒരു യുവാവിൻ്റെ കൂടെ മക്കളൊക്കെ പോന്നതാണ്. അപ്പൊ ഇദ്ദേഹം അങ്ങനെ അപ്പൊ അവിടെ സഹതാപം തോന്നിയല്ല. അങ്ങനെയാണ് ഈ വിവാഹം കഴിച്ചു എന്നാണ് പറയുന്നത്. ഗരുഡനെ ശപിച്ചു. മത്സ്യഭക്ഷണത്തിൽ നിന്നും വിലക്കിയ കേട്ടില്ല. ഗരുഡനുണ്ട്, എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു അഹം. വിലക്ക് വകവെക്കാതെ ഗരുഡൻ തന്നെ മത്സ്യഭക്ഷണം തുടർന്നു കൊണ്ടിരുന്നു. ആ വൃത്തികെട്ട പൊത്തിക്കൊടയുമ്പോൾ ആ വെള്ളമൊക്കെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലാവുകയും ചെയ്യും. അങ്ങനെ ദേഷ്യം കൊണ്ട് സൗകര്യം എന്ത് ചെയ്തു? ഇനിമേൽ അവിടെ ചെന്നാൽ പ്രാണനാശം ഭവിക്കുമെന്ന് ഗരുഡനെ ശപിച്ചു. അന്ന് മുതലാണ് ഗരുഡൻ മുനിശാപം ഭയപ്പെട്ട് അവിടെ വരാതായത്. അതിനാൽ ഭയലേശമില്ലാതെ, ഒറ്റ ലേശം പേടിയില്ലാതെ നീ അവിടെ പോയി പാർക്കുക. അങ്ങനെയാണ് കാളിയൻ പുത്രമിത്ര കളത്രാദികളോടും കൂടി യമുനയിൽ ചെന്ന് താമസിച്ചത്. ഇങ്ങനെ കാളിയദർപ്പഭംഗം എന്ന പാവനമായ ഭഗവാന്റെ ലീല ഞാൻ അങ്ങക്ക് വിവരിച്ചു തന്നില്ലേ മഹാരാജാവേ? ഇതിന്റെ ശ്രവണം എത്രയോ പുണ്യപ്രദമാണ്, എത്രയോ. ഇനി എന്താണ് അങ്ങ് കേൾക്കാൻ ഇച്ഛിക്കുന്നത് എന്ന് ബഹുളാശനോട് ചോദിച്ചുകൊണ്ട് നാരദ മഹർഷി കഥ പറഞ്ഞു നിർത്തി. ബഹുളാശന് പിന്നെയും കേൾക്കണ്ടേ? ബഹുളാശൻ പറഞ്ഞു, മഹർഷേ, ഭഗവാന്റെ സൽക്കഥകൾ കേട്ട് ആർക്കെങ്കിലും തൃപ്തി വരുമോ? അമൃത സേവിക്കുന്ന ദേവന്മാർക്കും മധു ഉണ്ണുന്ന വണ്ടുകൾക്കും തൃപ്തി വരാറില്ലല്ലോ. ഉണ്ടോ? ഇല്ല. ഭഗവത് ലീലകൾ ഇനിയും അങ്ങയുടെ മുഖത്തിൽ നിന്ന് ശ്രവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു മഹർഷി. രാജാവിന്റെ ആത്മാർത്ഥ ഭക്തി കണ്ട് സന്തുഷ്ടനായ നാരദൻ പറഞ്ഞു തുടങ്ങി. മുമ്പ് ഭാണ്ഡീരവനത്തിൽ വെച്ച് ബ്രഹ്മാവിന്റെ കാർമ്മികത്വത്തിൽ രാധാകൃഷ്ണ വിവാഹം നടന്നതും താമസ്യാതെ തന്നെ ഭഗവാൻ ശിശുരൂപം ധരിച്ചത് കണ്ട് രാധ ദുഃഖിച്ചപ്പോൾ അശരീരി ഉണ്ടായതും ഞാൻ പറഞ്ഞതായി ഓർക്കുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മനോഹരമായ വൃന്ദാരണ്യത്തിൽ വെച്ച് തന്റെ മനോരഥം സാധിക്കുമെന്ന അശരീരി വാക്യത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് രാധാദേവി ആകാംക്ഷാഭരിതയായി ദിവസങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നു. ആ ദേവവാക്യം സത്യമായി തീർന്ന കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരിക്കലേ രാധയുടെ മുഖ്യ സഖികളായ ലളിതയും വിശാഖയും വൃഷഭാനുഗ്രഹത്തിലെത്തി രാധയോട് ചോദിച്ചു, രാധേ, നീ ആരെയാണ് ഇങ്ങനെ അഹോരാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്? ചോദിച്ചു. കൂട്ടുകാരികള് ആരുടെ ഗുണങ്ങളാണോ വ്രജദേശത്തിലെ കുട്ടികൾ അനവരതം കീർത്തിച്ചു കൊണ്ടി നടക്കുന്നത്, ആ ആളെ തന്നെയാണോ നീ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്? അതിസുന്ദരനായ ആ യുവാവ് സന്ധ്യയോടടുക്കുമ്പോൾ പടിഞ്ഞാറ് നിന്നും പശുക്കളെ തെളിച്ചു കൊണ്ടുവരും. ആ അവനെയാണ് കിനാവ് കാണുന്നതെങ്കിൽ ഞങ്ങളോട് പറയൂ. ഇത് കേട്ട രാധ ലജ്ജാവനമ്രമുഖിയായി ഗദ്ഗതത്തോട് സഖിമാരോട് പറഞ്ഞു, ലളിതേ, വിശാഖേ,
നിങ്ങൾ ഊഹിച്ചത് പരമാർത്ഥമാണ് കേട്ടോ. ആ സുകുമാരന്റെ ചിത്രം നിങ്ങൾ എനിക്ക് വരച്ചു കാണിക്കുക. ഇത് കേട്ട സഖിമാർ നന്ദനന്ദനന്റെ നയനമോഹനമായ ചിത്രം വരച്ച് രാധക്ക് കാണിച്ചു കൊടുത്തു. ആ ചിത്രം കണ്ട് രാധ കോരിത്തരിച്ചുപോയി. അതും കയ്യിൽ വെച്ച് ആനന്ദത്താൽ മതിമറന്നുപോയി രാധ. അങ്ങനെ സ്വയം വിസ്മൃതിയിലാണ്ട് പോയി. വൃഷഭാനുപുത്രിയായ ആ യുവതരുണി ഭാണ്ഡീരവനത്തിൽ യമുനാതടത്തിൽ വെച്ച് പീതാംബരധാരിയായ ആ ശ്യാമസുന്ദരൻ വിഹരിക്കുന്നതായി മനസ്സിൽ കണ്ടു. പെട്ടെന്ന് കണ്ണുമിഴിച്ച് അവൾ ആരെയും കാണാതെ ദുഃഖിച്ചു. കരയാനും തുടങ്ങി. വിരഹവേദന വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അകലെ ഒരു ഇടുങ്ങിയ വീതിയിലൂടെ പോയിരുന്ന കൃഷ്ണനെ സഖിമാർ കാണിച്ചു കൊടുത്തു. ജനാലയിലൂടെ ആ രൂപം നോക്കിക്കണ്ട ഉടൻ രാധ മൂർച്ഛിച്ചു. ബോധം കെട്ടുപോയി രാധ. അതിസുന്ദരനല്ലേ ഭഗവാൻ. രാധയുടെ അതിശയകരമായ സൗകുമാര്യം കണ്ടുവെങ്കിലും ലീലാരതനായി തന്നെ നടന്ന ഇങ്ങോട്ടും കണ്ടു അങ്ങോട്ടും കണ്ടു. രണ്ടുപേർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഇഷ്ടം തോന്നി. തന്റെ പ്രിയ സഖിയോട് രാധ പറഞ്ഞു, ലളിതേ, എന്റെ ശരീരവും മനസ്സും വിരഹാഗ്നിയിൽ വെന്തുരുകുന്നു. ലളിത പറഞ്ഞു, ഹേ ശോഭനെ, ശ്രീകൃഷ്ണ പ്രേമം നേടാൻ കൃഷ്ണഭക്തി വർദ്ധിപ്പിക്കുക മാത്രമേ പോംവഴിയുള്ളൂ. ലളിതയുടെ വാക്കുകൾ കേട്ട് നിരുദ്ധകണ്ഠയെ രാധ പറഞ്ഞു, ശ്രീകൃഷ്ണചന്ദ്രന്റെ പാതാരവിന്ദങ്ങളെ സേവിക്കാൻ കഴിയാത്ത പക്ഷം ഈ ദേഹം വെച്ചു പുലർത്തുവാൻ ഞാൻ ആളല്ല. തീവ്രമായ വിരഹ ദുഃഖത്തിൽ നിന്നും ഉദിച്ച രാധയുടെ വാക്കുകൾ കേട്ട് സഖി പരിഭ്രമിച്ചു പോയി. കാളിന്തി തീരത്ത് വിശ്രമിച്ചിരുന്ന കൃഷ്ണന്റെ സമീപം ഓടിയെത്തി. ഒരു കദംബ വൃക്ഷച്ചുവട്ടിലിരുന്ന കൃഷ്ണന്റെ സവിധത്തിലെത്തി അവൾ വിനയപൂർവ്വം പറഞ്ഞു, കഴിഞ്ഞ ദിവസം അങ്ങയെ ആ തെരുവിൽ കൂടെ നടക്കുമ്പോൾ കണ്ടത് മുതൽ രാധക്കൊരു തരം വിഭ്രാന്തി, ഒരു തരം സ്തംഭനാവസ്ഥ നേരിട്ടിട്ടുള്ളത്. ആഹാരവും നിദ്രയും നാനാ അലങ്കാരാദികളും ഉപേക്ഷിച്ചവൾ എപ്പോഴും ചിന്താകുലിയായി കഴിയുന്നു. അങ്ങയുടെ ദർശനം മാത്രമാണ് അവളുടെ ദുഃഖനാശത്തിനുള്ള പരിഹാരം. അവിടുന്ന് എല്ലാത്തിനും സാക്ഷിയല്ലേ. സൃഷ്ടി, സ്ഥിതി, അന്ത്യം, ഇതിനൊക്കെ കാരണമല്ലേ അങ്ങ്. കാരണഭൂതനല്ലേ, ഭക്തവത്സലനുമല്ലേ. ലളിതയുടെ മധുരമൊഴികൾ കേട്ട് ഭഗവാൻ പ്രതിവചിച്ചു, മനഃശാന്തിയാണ് ജീവിത ലക്ഷ്യം. ഒറ്റക്ക് മനസ്സിനെ ഉറപ്പിക്കാൻ അസാധ്യമാണ്. അതിനൊരു ധ്യേയ വസ്തു കൂടി വേണം. ധ്യേയ വസ്തുവിൽ കൂടി ഏകാഗ്രമായി പ്രേമം ഉറപ്പിക്കുക. പ്രേമ സമാനം മറ്റൊന്നും തന്നെയില്ല. ഭാണ്ഡീരവനത്തിൽ വെച്ചുണ്ടായ ദേവവാക്യമനുസരിച്ച് രാധയുടെ മനോരഥം അതിരേണ സാധിക്കും. അഹൈതുക പ്രേമം സമ്പാദിക്കുകയാണ് അതിന് വേണ്ടത്. എന്നെയും രാധയെയും ഒന്നായി കാണുന്നതാണ് ശരിയായ ഭക്തി. നിങ്ങൾ പാലും വെളുപ്പും പോലെ, കൽക്കണ്ടവും മധുരവും പോലെ ഒന്ന് തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ ഭേദമില്ല കേട്ടോ. ബുദ്ധിഭേദമില്ലാതെ തോന്നുന്നവർക്ക് സംസാരത്തിൽ മോചനം ഉണ്ടാവുകയും ചെയ്യില്ല. ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന് ശ്രുതിവചനം പറയുന്നു. ഇത്രയും കേട്ടു ശ്രീകൃഷ്ണനെ വണങ്ങി തിരികെ എത്തിയ ലളിത രാധയോട് സ്വകാര്യമായി പറഞ്ഞു, ഭവതി ഇങ്ങനെ കൃഷ്ണനെ ചിന്തിച്ചിരിക്കുന്നത് പോലെ ഉണ്ട് കേട്ടോ. അവിടെ ഒരാൾ ഇന്നെ ചിന്തിച്ചോണ്ടിരിക്കുന്നത്, അത് ഭവതിയെ തന്നെ. അത് ചിന്തിച്ചോണ്ടിരിക്കുന്ന നീ ഇപ്പം സ്വപ്നം കാണുന്ന ആള്. കാഴ്ചയിൽ രണ്ട് ദേഹങ്ങളായി കാണപ്പെടുന്ന നിങ്ങൾ രണ്ടുപേരും ഒന്ന് തന്നെയാണത്രേ. അങ്ങനെയാ പറഞ്ഞത്. ഇപ്രകാരം കേട്ട രാധ തന്റെ സഖിയായ ചന്ദ്രാനനെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു, ശ്രീകൃഷ്ണ പ്രസാദത്തിനും സൗഭാഗ്യവർദ്ധനവിനും വേണ്ടിയുള്ള കർമ്മങ്ങളും പൂജകളും എനിക്ക് പറഞ്ഞു തരൂ. ഇവയെല്ലാം ഗംഗാചാര്യനിൽ നിന്ന് നീ മുമ്പ് തന്നെ അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. രാധാവാക്യം കേട്ട ചന്ദ്രാനന അല്പം ആലോചിച്ച ശേഷം മറുപടി പറഞ്ഞു, പുണ്യപ്രദവും സൗഭാഗ്യദായകവുമായ കർമ്മമാണ് തുളസി സേവനം. ശ്രീകൃഷ്ണപ്രീതിക്ക് അതിലും വലുതായ മറ്റൊന്നില്ല. തുളസിയെ നട്ടുപരിപാലിക്കുക, സ്പർശിക്കുക, ധ്യാനിക്കുക, കീർത്തിക്കുക, തുളസീദളങ്ങൾ കൊണ്ട് ഭഗവത് അർച്ചനകൾ ചെയ്യുക, ഇവയൊക്കെ വളരെ പ്രധാനമാണ്. ഇങ്ങനെ വിവിധങ്ങളായ രൂപത്തിലുള്ള തുളസി ഭക്തി അത്രയും വലിയ സുഹൃതം നേടിത്തരും. തുളസീദളം നുള്ളുന്ന സമയത്ത് നഖം കൊണ്ട് നുള്ളാൻ പാടില്ല. അത് നുള്ളുന്ന സമയത്ത് നമസ്തു തുളസീ ദേവി നമസ്തു ഹരിവല്ലഭേ ക്ഷീരോദമധനുർഭൂതേ തുളസീത്വം നമാമ്യഹം എന്ന് മന്ത്രം ചൊല്ലിട്ട് വേണം അതിന്റെ ഇല നുള്ളിയെടുക്കാൻ. അങ്ങനെയൊക്കെ ഉണ്ട്. അതങ്ങനെ
ശ്രദ്ധയോടെ തുളസി നട്ടു വളർത്തി അതിന്റെ ശാഖകളും ദളങ്ങളും പുഷ്പങ്ങളും വർദ്ധിക്കുന്നതനുസരിച്ച് സേവകനിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പറഞ്ഞു കൊടുത്തു. ആര്? ചന്ദ്രാനന. അത് നമുക്കും എല്ലാവർക്കും അത് ഫലത്തിൽ വരേണ്ടതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഭാഗം ഭഗവാന്റെ ആ പൊന്നുണ്ണിക്കണ്ണന്റെ തൃപ്പാദപത്മങ്ങൾ സമർപ്പിക്കാം അല്ലേ?